പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. വീട്ടിലെത്തിയിട്ടും മിത്രയുടെ ചിന്ത രാധു പറഞ്ഞതിനെ കുറിച്ച് തന്നെയായിരുന്നു. ദൈവമേ, ഇനി രാധു പറഞ്ഞ പോലെ ഇച്ചാൻ അങ്ങനെ ആകുമോ? ആ കുരിപ്പുകാരൻ ഉള്ള സമാധാനം കൂടി പോയല്ലോ. എൻ്റെ മഹാദേവ, അങ്ങനെയൊന്നും അല്ലാതിരിക്കണേ. മിത്ര പലതും ആലോചിച്ച് മനസ്സിൽ കണക്ക് കൂട്ടി സ്വയം പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല. പെട്ടെന്ന് തലക്കൊരു കൊട്ട് കിട്ടിയത് ചിന്തകൾ വടിഞ്ഞ് തിരിഞ്ഞു നോക്കിയ മിത്ര കാണുന്നത് സ്ലാബിൽ കയറിയിരുന്ന് അവളെ കൂർപ്പിച്ച് നോക്കുന്ന ഡാനിയാണ്. മിത്ര ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഡാനി പ്രാക്ടീസ് കഴിഞ്ഞ് വന്നത്. വന്ന പാടവൻ വിശക്കുന്നെന്ന് പറഞ്ഞതും ഫ്രിഡ്ജിലിരിപ്പുള്ള മാവ് എടുത്ത് അവന് ദോശ ചുട്ട് കൊടുക്കുകയായിരുന്നു മിത്ര. ചേട്ടത്തി ഇത് എന്താലോചിച്ച് നിൽക്കുക, ദോശ ഇട്ടുതാ. ഡാനി തന്റെ കയ്യിലുള്ള ഒഴിഞ്ഞ പ്ലേറ്റ് മിത്രയ്ക്ക് നേരെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര വേഗം ചട്ടിയിൽ നിന്നും ദോശ ചട്ടുകം കൊണ്ട് എടുത്ത് ഡാനിയുടെ പ്ലേറ്റിലേക്ക് ഇട്ട് അടുത്തുള്ള മാവ് ഒഴിച്ചു. ഇന്ന് എന്താണെന്നറിയില്ല, നല്ല വിശപ്പ്. ഒരു 4 കൂടി ചുട്ട ചേട്ടത്തി. ആർത്തിയോടെ ദോശ മുറിച്ച് കറിയിൽ മുക്കി വായിൽ വെച്ചുകൊണ്ട് ഡാനി പറഞ്ഞതും തിരിച്ച് മറുപടി ഒന്നും തരാതെ എങ്ങോട്ടോ ദൃഷ്ടിയൊന്ന് നിൽക്കുന്നവളെ കണ്ട് ഡാനിയുടെ നെറ്റിച്ചൊടിഞ്ഞു. അതേ, ഇന്ന് എന്നതാ ചേട്ടത്തിക്ക് പറ്റി? കുറെ നേരമായാലും ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. മിത്രയുടെ കയ്യിനൊരു തട്ട് വെച്ച് കൊടുത്തുകൊണ്ട് ഡാനി ചോദിച്ചു. ഒന്നുമില്ല. അത് ചുമ്മാ ചേട്ടത്തി കാര്യം പറ. അത് പിന്നെ മിത്ര ഡാനിയോട് പറയാൻ മടിച്ചു നിന്നു. എന്റെ ചെറുതി കാര്യം എന്തായാലും പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഡാനി വിടാൻ പാവല്ലാതെ പറഞ്ഞതും മിത്രയെല്ലാം ഡാനിയോട് തുറന്നു പറഞ്ഞതും മിത്ര പറഞ്ഞത് കേട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം നെറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങിയതും മിത്ര വേഗം ഡാനിയുടെ പുറത്ത് തട്ടി കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഡാനിയുടെ കയ്യിൽ കൊടുത്തു. എന്നാലും എന്ത് ചെറുതി, ഈ രാത് വെച്ച് വെളിവില്ലാതെ ചുമ്മാ എന്തെല്ലാം പറഞ്ഞെന്ന് വെച്ച് അതൊക്കെ കാര്യമായിട്ട് എടുക്കണോ? ഗ്ലാസ്സിലെ വെള്ളം ഒറ്റയടിക്ക് കുടിച്ച് ഡാനി മിത്രയോട് പറഞ്ഞതും മിത്ര തെറ്റ് ചെയ്ത കുഞ്ഞുങ്ങളെപ്പോലെ തലതായിട്ട് നിന്നു. എൻ്റെ ചേട്ടത്തിങ്ങ് നോക്കിയേ, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണം കേട്ടോ. എൻ്റെ ചേട്ടനായതുകൊണ്ട് പറയില്ല. ചേട്ടായിയുടെ പ്രത്യേക സ്വഭാവമാണ്. ആൾക്കാരോട് സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല. ചേട്ടായിയുടെ മനസ്സിൽ ചേട്ടത്തിയുണ്ട്, അത് പ്രകടിപ്പിക്കാത്താണ്. ആ സ്നേഹം പുറത്തു കൊണ്ടുവരേണ്ടത് ചേട്ടത്തിയുടെ മിടുക്ക് പോലെ ഇരിക്കും. ഡാനി താൻ കഴിച്ചപ്പോഴത്തി കഴുകി വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാനോ? എങ്ങനെ? എനിക്കറിയില്ല. അതൊക്കെ നടക്കും. ചേട്ടത്തിയുടെ രീതിക്ക് ശ്രമിച്ചു നോക്ക്. അല്ല, നിനക്ക് മതിയായോ? ഇതോടെ കഴിച്ചിട്ട് പോക്കോ. മതി, എൻ്റെ വിശപ്പൊക്കെ പോയി. ഇനി രാത്രി കഴിക്കാം. അത് പറഞ്ഞ് ഡാനി കിച്ചണിൽ നിന്ന് പോയതും മിത്രയുടെ ചിന്ത ഡാനി പറഞ്ഞതിനെ കുറിച്ചായിരുന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടതും മിത്ര സ്ലാബിൽ വെച്ച ഫോൺ കയ്യിലെടുത്തു. ഡിസ്പ്ലേയിൽ രാധുവിൻ്റെ ഫോട്ടോ തെളിഞ്ഞ് കണ്ടതും മിത്ര വേഗം കോള് കണക്റ്റാക്കി. എടി മിത്രേ, എന്താ എടി? ഒന്നും ആയില്ല, നീ കാരണം ഉള്ള മനസ്സമാധാനം പോയി ഇരിക്കാൻ ഞാനിവിടെ. കോളെടുത്ത പാടെയുള്ള രാധവിന്റെ ചോദ്യം കേട്ട് മിത്ര പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എടി, ഞാനൊരു ഊഹം പറഞ്ഞതല്ലേ. എന്നാൽ എൻ്റെ ഊഹം ശരിയായിരിക്കും. അല്ലെങ്കിൽ നിന്നെ എപ്പോഴോ ഭാര്യയായി അംഗീകരിച്ച് സ്നേഹിക്കാൻ തുടങ്ങിയേനെ. രാധു മതി, ഈ ചായൻ്റെ ഉള്ളിൽ ഞാനുണ്ട്. എന്നുള്ള സ്നേഹം പ്രകടിപ്പിക്കാത്ത, അല്ലാതെ ഇച്ചായ നീ കരുതും പോലൊരു വ്യക്തിയൊന്നല്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാഗ്യം. നിന്റെ ഇച്ചായന് ഗോവാണോ, അതോ നിന്നോടുള്ള ഇഷ്ടം മൂടി വെച്ച് മനഃപൂർവ്വം നിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തതാണോ? എന്താ സത്യം എന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അതെങ്ങനെ കണ്ടുപിടിക്കും? നീ തന്നെ പറ. നീയല്ലേ ആവശ്യമില്ലാത്ത തുറന്നു പറഞ്ഞതിൻ്റെ ഉള്ള സമാധാനം കളഞ്ഞത്. അതുകൊണ്ട് സത്യം കണ്ടുപിടിക്കാനുള്ള മാർഗം നീ തന്നെ പറഞ്ഞതാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ രാധുവിൻ്റെ അടുത്താണോ ഐഡിക്ക് ക്ഷാമം? നിന്ന് തൊള്ളാതെ കാര്യം പറ. അത് പിന്നെ മിത്രേ. രാധ തന്റെ മനസ്സിലുള്ള ഐഡിയ മിത്രയോട് പറഞ്ഞതും നീട്ടൊരാട്ടായിരുന്നു തിരിച്ചു കിട്ടിയത്. എടി വൃത്തി കെട്ടവളെ, നീ ഇത്ര കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ലടി. അവളുടെ ഒരു കോപ്പിലെ ഐഡിയ. എന്താടി, നല്ല ഐഡിയ അല്ലേ? ഇതാകുമ്പോൾ ഒരു വഴിക്ക് 2 പക്ഷി. എങ്ങനെയുണ്ട്? ദേ രാധു, നീ വാ പൊട്ടിക്കോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. എനിക്ക് കണക്കായി പോയി. നീ ഇനി എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോവാ. നിന്റെ ജീവിതം നന്നാവാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു തന്നപ്പോ അവള് നിന്ന് പൂച്ചിക്കുന്നു. മിത്ര പറഞ്ഞത് കേട്ട് രാധു കെറുവോടെ പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തതും മിത്രയൊന്ന് നിശ്വസിച്ച് ഫ്രഷ് ആകാനായിപ്പോയി. മിത്ര മേല് കഴുകി ഡ്രസ്സെല്ലാം കഴുകി വിരിച്ചിട്ട് പിന്നാമ്പുറത്തു കൂടെ അടുക്കളയിലേക്ക് കയറിയപ്പോൾ കാണുന്നത് ചായ ഇടാൻ ഒരുങ്ങുന്ന ഡേവിഡിനെയാണ്. ഇങ്ങ് തായ് ചായ ഞാനിട്ട് തരാം. സ്റ്റവ് കത്തിച്ച് അതിലേക്ക് ചായപാത്രം വെക്കാനൊരുങ്ങുന്ന ഡേവിഡിന്റെ കയ്യിൽ നിന്നും പാത്രം വാങ്ങിക്കൊണ്ട് മിത്ര പറഞ്ഞു. ഇങ്ങ് തന്നേരെ കൊച്ചേ, ഞാൻ ചായ ഇട്ടോളാം. ഡേവിഡ് മിത്രയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ ഉണ്ടാക്കി തരാം. ഞാനുള്ളപ്പോൾ എന്തിനാ എൻ്റെ അച്ഛൻ കഷ്ടപ്പെടുന്നത്? ഡേവിഡിനോട് ചേർന്ന് നിന്ന് ഇളം ചിരിയോടെ മിത്ര പറഞ്ഞതും ഡേവിഡ് അവളൊന്ന് അടിപൊളി നോക്കി വേഗം ഹാളിലേക്ക് നടന്നു. എൻ്റെ ദൈവമേ, ഈ ചായനെന്താ ഇങ്ങനെ?
താൻ ഡേവിഡിനോട് ചേർന്ന് നിന്നപ്പോൾ അവനുണ്ടായ ചെറു വിറയിലോർത്ത് മിത്ര കുഞ്ഞൊരു ചിരിയോടെ സ്വയം പറഞ്ഞ് വേഗം ചായ ഉണ്ടാക്കി ചൂട് പാകമാക്കി ക്ലാസ്സിലേക്ക് ഒഴിച്ച് ഹാളിലേക്ക് നടന്നു. ഈ ചായ ഇതാ ചായ. സോപാനത്തിൽ ഫോണും നോക്കിയിരിക്കുന്ന ഡേവിഡിന് നേരെ ഗ്ലാസ് നീട്ടിക്കൊണ്ട് മിത്ര പറഞ്ഞു. മിത്രയുടെ മുഖത്ത് നോക്കാതെ മൂളിക്കൊണ്ട് ഡേവിഡ് ഗ്ലാസ് വാങ്ങി ചായ കുടിക്കാൻ തുടങ്ങിയതും മിത്ര അപ്പം തോന്നിയ കുസൃതിക്ക് ഡേവിഡിന്റെ അടുത്തായിരുന്നു അവന്റെ ഇടത് കൈയിൽ ചുറ്റിപ്പിടിച്ച് ഡേവിഡിന്റെ ഷോൾഡറിൽ തലവെച്ചിരുന്നു. പെട്ടെന്നുള്ള മിത്രയുടെ പ്രവൃത്തിയിൽ ഡേവിഡ് ഒന്ന് പകച്ചുപോയി. എന്നതാ ദേവ ഇത്, അങ്ങോട്ട് മാറിയിരിക്കുക വെച്ചേ. ഡേവിഡ് തന്റെ വലം കൈ എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഇച്ഛായ, നിങ്ങൾ എന്തിനെങ്ങനെയൊക്കെ ഒന്ന് വിറക്കുന്നത്? ഞാൻ നിങ്ങളെ പിടിച്ചു തിന്നതൊന്നുമില്ല. ഡേവിഡിനോട് ചേർന്നിരുന്നു കൊണ്ട് മിത്ര പറഞ്ഞതും അവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് കയ്യിലുള്ള ഗ്ലാസ്സിലെ ചായ ഒറ്റയടിക്ക് വലിച്ചു കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് മിത്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ഡേവിഡ് വേഗം അവിടുന്ന് പോയി. ഇങ്ങേരുതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. മിക്കവാറും ആ കുരുപ്പ് പറഞ്ഞ് ആയിരം തന്നെ നെടുക്കേണ്ടി വരും. മിത്ര അതും പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ ഇരുന്നു. 2 ദിവസങ്ങൾ വലിയ മാറ്റങ്ങളില്ലാതെ കടന്നുപോയി. ഈ ദിവസങ്ങളിലൊക്കെ മിത്ര പരമാവധി ഡേവിഡിന്റെ മനസ്സിലുള്ളത് കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നും നടന്നില്ല. അവൾ അവനോട് ചേർന്നിരിക്കുമ്പോഴും അടുത്തിടപഴകുമ്പോഴും ബലമായി അവനെ ചുംബിക്കുമ്പോഴുമെല്ലാം ഡേവിഡ് പകപ്പോടെ മിത്രയെ തട്ടിമാറ്റി അവൾ ഉള്ളിടുന്ന് വേഗം സ്ഥലം കാലിയാക്കും. രാത്രി ഭക്ഷണം കഴിച്ച് ഡാനിക്കും കുഞ്ഞൂട്ടിനൊപ്പം പാത്രമൊക്കെ കഴുകി അടുക്കളയൊതുക്ക് ഫ്രഷായി ധാവണി അലസമായി എടുത്തുകൊണ്ട് മിത്ര മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ബുക്കും വായിച്ചിരിക്കുന്ന ഡേവിഡിനെയാണ്. കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് മിത്ര ചീർപ്പെടുത്ത് മുടി ചീകി കെട്ടി ഇടം കണ്ടിട്ട് ഡേവിഡിനെ നോക്കിയത് മനഃപൂർവ്വം തന്നെ മൂക്കിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്നവനെ കണ്ട് അവളുടെ ചുണ്ടുകൾ കൂർത്തു. മിത്ര അലസമായി ചുറ്റിയ ധാവണി വയറിൽ നിന്ന് മാറ്റി ബെഡിന്റെ മറു സൈഡിൽ പോയി കിടന്നു. ഇടയ്ക്ക് മിത്ര ഒളിക്കണ്ടിട്ട് ഡേവിഡിനെ നോക്കിയതും അപ്പോഴും ബുക്കിൽ തന്നെ മുഖം പൂഴ്ത്തിയിരിക്കുന്നവനെ കണ്ട് അവൾ നിശ്വസിച്ച് മിഴികളടിച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞതും ഡേവി ബുക്കിൽ നിന്ന് മുഖമുയർത്തി ഉറങ്ങിക്കിടക്കുന്ന മിത്രയെ നോക്കിയതും അവളുടെ കിടപ്പ് കണ്ട് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നവൻ അവളെ നോക്കി നിന്നു. അലസമായി ചുറ്റിയ ധാവണി ശീലക്കിടയിലൂടെ കാണുന്ന അവളുടെ മാറിടത്തിലേക്കും വയറിലേക്കും ആഴമേറിയ പൊക്കിൾ ചുടിയിലും അവന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു. പിന്നീട് പെട്ടെന്ന് ബോധം വന്നതുപോലെ ഡേവിഡ് അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചുവെങ്കിലും അനുസരണയില്ലാതെ അവന്റെ കണ്ണുകൾ അവളിൽ പാറി വീണുകൊണ്ടിരുന്നു. ദേവാ, തനിക്ക് തന്നെ തന്റെ കണ്ണുകൾ നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് പ്രയാസത്തോടെ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റിക്കൊണ്ട് മിത്രയെ തട്ടി വിളിച്ചുവെങ്കിലും മിത്ര കണ്ണുകൾ തുറക്കാതെ തന്നെ കിടന്നു. തട്ടി വിളിച്ചിട്ടും മിത്ര എണീക്കാത്തത് കണ്ട് അവൾ ഉറങ്ങിയെന്ന് കരുതി ഡേവിഡ് അവളുടെ വസ്ത്രം ശരിയാക്കി പുതപ്പെടുത്ത് അവളുടെ കഴുത്തിട്ട് നന്നായി പുതച്ചു കൊടുത്തതും മിത്രയും നിശ്വസിച്ച് പില്ലോയിലേക്ക് മുഖമമർത്തി കിടന്നു. എൻ്റെ ദൈവമേ, ഇങ്ങേൻ്റെ അടുത്തൊന്നും നടക്കുന്നില്ലല്ലോ, ഇനി അങ്ങനെ വല്ലതും ആകുമോ? തിരിഞ്ഞു കിടന്ന് നഖം കടിച്ച് മിത്ര മനസ്സിൽ പറഞ്ഞു. അസ്വസ്ഥമായ മനസ്സോടെ അവൾ കണ്ണടച്ചു. കുറച്ചു കഴിഞ്ഞൊന്നും ഡേവിഡ് ബുക്കടിച്ച് ടേബിളിലേക്ക് വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ വന്ന് കിടന്നു. നിലാവെളിച്ചത്തിൽ കാണുന്ന മിത്രയുടെ മുഖത്തേക്ക് അവൻ നോക്കി. 2 ദിവസമായിട്ടുള്ള അവളുടെ പെരുമാറ്റത്തിലെ മാറ്റം ആലോചിച്ചതും ഡേവിഡിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. മിത്രയുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിടകൾ ചെവിക്ക് പിന്നിലേക്ക് മാടി വെച്ചു കൊടുത്ത് ബെഡിൽ മലന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു കിടന്നു. പെട്ടെന്നാണ് മിത്ര ഉറക്കത്തിൽ ഉരുണ്ടുവന്ന് ഡേവിഡിന്റെ നെഞ്ചിൽ കയറി കിടന്നത്. തന്റെ മേലമർന്ന മിത്രയുടെ ശരീരത്തിന്റെ മർദ്ദവം പറഞ്ഞതും ഡേവിഡ് ഞെട്ടി കണ്ണുകൾ തുറന്ന് മിത്രയെ നോക്കി. അവന്റെ ടീഷർട്ടിൽ മുറുകെ പിടിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചാണ് മിത്ര കിടക്കുന്നത്. ഡേവിഡ് അവളെ അടർത്തി മാറ്റാൻ നോക്കിയെങ്കിലും പെണ്ണ് അട്ടൊട്ടി പിടിച്ചതുപോലെ കിടക്കുന്നത് കൊണ്ട് അവസാനം അവളെയും ചേർത്ത് പിടിച്ച് അവനും കിടന്നു. പിറ്റേന്ന് ആദ്യം എണീറ്റത് മിത്രയായിരുന്നു. തന്നെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ഡേവിഡിനെ കണ്ട് അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നുവെങ്കിലും ഉറക്കത്തിൽ അറിയാതെ പറ്റിപ്പോയതാകുമെന്ന് ആലോചിച്ച് മിത്രയുടെ മുഖം മങ്ങി. ഡേവിഡിന്റെ മുഖത്ത് വിരലുകൾ കൊണ്ട് തഴുകി ഇഷ്ടത്തോടെ അവന്റെ കവളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് മിത്ര പതിയെ ഡേവിഡിന്റെ കൈകൾ എടുത്ത് മാറ്റി ബെഡിൽ നിന്നിറങ്ങി കുളിച്ചു മാറ്റിയിടാനുള്ള ഡ്രസ്സും എടുത്ത് താഴേക്ക് പോയി. മിത്ര പോയതറിഞ്ഞ് അതുവരെ ഉറക്കം നടിച്ച് കിടന്ന ഡേവിഡ് അതുവരെ പിടിച്ചു വെച്ച ശ്വാസം വിട്ട് നെഞ്ചും തടവി അവിടെ കിടന്നു. എന്റെ പൊന്നു മിത്രേ, ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. നിന്റെ ഇച്ഛായനെ നമ്മൾ വിചാരിച്ച പോലെ ഒരാളല്ല. ഇന്റർവെല്ലിന് ക്യാൻറ്റീനിൽ ഇരിക്കുന്നതിനിടയിൽ മിത്ര പറഞ്ഞത് കേട്ട് രാധു പറഞ്ഞു. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നേരെ ചൊവ്വ നടന്ന് എന്നെ ഒരു കോണിസ്റ്റും പറഞ്ഞുള്ള സമാധാനം കാണുമ്പോൾ നിനക്ക് സമാധാനമായല്ലോ. അത് പിന്നെ ഞാനൊരു കണ്ടുപിടുത്തം പറഞ്ഞതല്ലേ. രാധു മിത്ര പറഞ്ഞത് കേട്ട് പല്ലടിച്ചു കൊണ്ട് പറഞ്ഞു. ഇതോടെ നിർത്തിയേക്കണം നിന്റെ കണ്ടുപിടുത്തം, ഇല്ലേ വാങ്ങിച്ചു കൂടും നീ എൻ്റെന്ന്. രാധവിനോടൊരു താക്കിയതുപോലെ പറഞ്ഞ് മുന്നോട്ട് നടന്നും പെട്ടെന്നാണ് ആരെയോ പോയി ഇടിച്ചത്. സോറി ചേട്ടാ, കണ്ടില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സീനിയർ പയ്യന്മാരെ കണ്ട് മിത്ര പറഞ്ഞു. അതെന്ത് പറച്ചില്ല, ഇങ്ങോട്ട് വന്നിടിച്ചിട്ട് സോറി മാത്രമേ ഉള്ളൂ. കൂട്ടത്തിലെ നേതാവ് റിയാസ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, അറിയാതെ തട്ടിയതാ. ഈ കോളേജിൽ അലമ്പ് ടീമാണ് ഇവരെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ
പൊട്ടി വന്ന ദേഷ്യം അടക്കി നിർത്തി ആവശ്യത്തിൽ കൂടുതൽ വിനയം വാരി വിതറിക്കൊണ്ട് അവൾ പറഞ്ഞു. ആണോ? എന്നാ മോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു സോറി പറഞ്ഞു പോക്കോ. മിത്രയെ അടിമുടി നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഡോ, തന്നോടല്ലേ ഇവള് മനപ്പുറം തട്ടിയതല്ലെന്ന് പറഞ്ഞത്? പോരാത്തിന് സോറിയും പറഞ്ഞു. പിന്നെ തനിക്ക് എന്തിന്റെ കൂത്താടോ? ദേഷ്യം വന്ന് രാധ മിത്രയെ തട്ടിമാറ്റി റിയാസിന്റെ മുമ്പിൽ കയറി നിന്ന് പറഞ്ഞതും സീനിയറാണെന്നുള്ള ബഹുമാനം പോലും തരാതെ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് തട്ടിക്കയറി സംസാരിക്കുന്നവളെ കണ്ട് അവർക്ക് ദേഷ്യം തോന്നി. നിനക്കത്രയ്ക്ക് പൊള്ളുന്നുണ്ടെങ്കിലേ എന്നാ നീ പറഞ്ഞാലും മതി സോറി. റിയാസ് പറഞ്ഞു കഴിയും മുമ്പ് രാധവിന്റെ കൈ അവന്റെ കവളിൽ ഊക്കോടെ പതിഞ്ഞിരുന്നു.